അപ്പോൾ നവാസേ, നിലവിൽ കേരളത്തിൽ മഴ ശക്തമായ ഒരു സാഹചര്യത്തിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം വീണ്ടും സജീവമായിട്ട് ചർച്ചകളിലേക്ക് വന്നേക്കണം. ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി, അല്ലാത്ത മെയിൻ സ്ട്രീം മീഡിയകളാണെങ്കിലും മുല്ലപ്പെരിയാർ ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് വലിയൊരു ഭീതി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത് കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഈ ഡാം പൊട്ടുവോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും സംഭവിക്കുമോ? ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നൊരു സംഗതി ഈ മുട്ടത്തോട് പോലെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊരു സാധനമാണോ ശരിക്കും? മുല്ലപ്പെരിയാറുമായിട്ടുള്ള വിഷയം നമുക്ക് ഏത് സമയത്താ പൊങ്ങി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. മഴക്കാലം അല്ലെ പ്രളയവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ മനുഷ്യന്മാർ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെയാണ് ഇത് കയറി വരാറുള്ളത്. ഇതൊരു സൈക്ലിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒറ്റ സെന്റൻസിനകത്ത് പറയാൻ പറ്റും, മുല്ലപ്പെരിയാർ സ്ട്രക്ചറലി സേഫ് ആണ്. ഭൂകമ്പവും പ്രളയവും പിടിച്ചു നിൽക്കാൻ വിധം സേഫ് ആണ്. അത് ഞാൻ പറയുന്നതല്ല, സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിന് ഒരു റിവ്യൂ മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു കളക്ടറേറ്റിൽ. അപ്പം ഈ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റോഷി അഗസ്റ്റിൻ തന്നെ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഭീതി വരുത്തേണ്ട തരത്തിൽ ഒരു തരം പ്രശ്നങ്ങളും ഈ പറഞ്ഞ മുല്ലപ്പെരിയാറുമായി നിലവിലില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട് ഭീതി ഉണ്ടാക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോലും മിനിസ്റ്റർ പോലീസിന് നിർദ്ദേശം കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മന്ത്രിയെ വിശ്വാസമില്ല. മുഖ്യമന്ത്രി പലതവണ പറഞ്ഞതാണ് മുല്ലപ്പെരിയാർ സേഫ് ആണെന്നുള്ളത്. നമുക്ക് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ല, നമുക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷന് വിശ്വാസമില്ല, നമുക്ക് സുപ്രീം കോടതിയെ വിശ്വാസമില്ല, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേഫ്റ്റിക്ക് പഠിച്ച എംപവേർഡ് കമ്മിറ്റിയെ വിശ്വാസമില്ല, നമുക്ക് ഇവർ ആരെയും വിശ്വാസമില്ല. നമുക്ക് ആകെ വിശ്വാസമുള്ളത് 10K മുതൽ 100K വരെ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരുന്ന് വ്ലോഗ് ചെയ്യുന്ന മനുഷ്യരെ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കുപ്രചരണങ്ങളെല്ലാം നടത്തുന്നത്. ഒരിക്കൽ പോലും ഈ കൊച്ചിയിൽ വന്നിരുന്നിട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചെന്നിരുന്നിട്ട് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുന്നവർ മുല്ലപ്പെരിയാറിന്റെ മൂക്കിന് താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ വൈകാരികാവസ്ഥ എന്താണെന്ന് മുഖവിലേക്ക് എടുക്കാറില്ല. നമ്മുടെ സർക്കാരോ അല്ലെ നമ്മുടെ കോടതികളോ ഒരു പൊട്ടാറായിരിക്കുന്ന ഒരു സംഭവത്തിന് താഴെ ഈ 10,000 ലക്ഷമൊന്നും ഇല്ലാതെ ആളുകൾ താമസിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ സർക്കാരുകൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങേണ്ട സാഹചര്യം കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുഴപ്പമില്ല, സ്ട്രക്ചറലി സേഫ് ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പം അനാവശ്യ ഭീതി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി, എംപവേർഡ് കമ്മിറ്റി, അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, സൂപ്പർവൈസറി കമ്മിറ്റി, കേരള സർക്കാരെല്ലാം പറയുന്നതനുസരിച്ച് നമ്മുടെ മുല്ലപ്പെരിയാർ സ്ട്രക്ചറലിയും ഹൈഡ്രോളജിക്കലിയും സേഫ് ആണെന്ന് മാത്രമാണ് നിലവിൽ പറയാനുള്ളത്. അതുപോലെ ഈ നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നതെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ വരുന്നത് മുതൽ ഇൻ്റർനെറ്റിലാണെങ്കിലും ഈ പറഞ്ഞ മെയിൻ സ്ട്രീം മീഡിയയിലാണെങ്കിലും പ്രചരിക്കുന്ന ഫോട്ടോ അത് ചെറുതോണി ഡാമിൻ്റെയാണ്. അത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ്. അതിനോടടുത്ത് താമസിക്കുന്ന തന്നെ നേരിട്ട് കണ്ട് ഉള്ള പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഈ സംഭവം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കാണിക്കുന്നത് ഈ ചെറുതോണി ഡാമാണ്. ചെറുതോണി ഡാം ശരിക്കും മുല്ലപ്പെരിയാറിനേക്കാൾ വലിയൊരു ഡാമാണ്. മുല്ലപ്പെരിയാറിന് 53 അടിയേ ഉള്ളൂ, പക്ഷേ ഈ ചെറുതോണിക്ക് 138 അടിയോളം വലിപ്പമുണ്ട്. മെയിൻലി ഇത് കാണിക്കുന്നത് ഏരിയൽ ഷോട്ടുകളാണ്. മേളിൽ നിന്നുള്ള ഷോട്ടുകൾ കാണുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും പാനിക്കാവും. അത്ര വലിയൊരു ഡാം പൊട്ടിത്തകരുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ഭീതി അവരിലുണ്ടാകും. ഈ ഒരു പ്രവണത ശരിയാണോ ശരിക്കും? ഇങ്ങനൊരു ഇപ്പം ഏത് അപകടവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിക്കഴിഞ്ഞാലും മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വയനാട് ഇഷ്യൂവിലും ഈ പറഞ്ഞ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട്. കേരള ഫ്ലഡുമായി ബന്ധപ്പെട്ട സമയത്ത് മിസ്ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലും ഈ ചെറുതോണി ഡാമിനെയും മുല്ലപ്പെരിയാർ ഡാമിനെയും മാറ്റി കാണിക്കുക, അതുപോലെ തന്നെ AI ഇമേജുകൾ സ്പ്രെഡ് ചെയ്യുക. അപ്പം ആളുകളെ പാനിക്കാക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായ തോതിൽ ഫേക്ക് ന്യൂസസും ഇതിന് കൂടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇല്ലാത്ത റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുക, സെൻട്രൽ വാട്ടർ കമ്മീഷൻ അങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ഇതാക്കുക, സുപ്രീം കോടതി പരിഗണിക്കാത്ത കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്തുക, അഡ്വക്കേറ്റുമാർ പറയുന്നത് ലൈക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ മുഖവിലേക്ക് എടുക്കേണ്ടത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആണെന്നുള്ളത്. ഇപ്പം നമ്മുടെ ചർച്ചകളിൽ പോലും നമുക്ക് ജനറലായിട്ട് ഇന്ന കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഉദ്ധരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഡെലിവറി ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പൊട്ടില്ല എന്ന് പറയുന്നു? ബിക്കോസ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നമ്മൾ ഇങ്ങനൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്, എംപവേർഡ് കമ്മിറ്റി സന്ദർശിച്ചിട്ടുണ്ട്, സൂപ്പർവൈസറി കമ്മിറ്റി സന്ദർശിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള, അത് കേരളത്തിന് മാത്രമല്ല തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ടെക്നിക്കൽ ടീംസ് ഇത് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം ഈ വിവരങ്ങളുടെ ബേസിലാണ് നമ്മളിത് പറയുന്നത്.
അല്ലാതെ മുല്ലപ്പെരിയാറിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൽ ഈ പറഞ്ഞ ചെറുതോണി ഡാമിനെ തെറ്റായ ചിത്രം പ്രചരിപ്പിച്ചതിനൊപ്പം ഈ ഡാമിന് വളവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ വളവ് പിന്നീട് അത് ഈ ഗൂഗിൾ മാപ്പിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലിച്ച് പോലെ ഒരു സംഭവത്തിലാണ് വന്നിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് റോഡുകളുടെ ഹൈവേകൾ കാണിച്ചിട്ട് അതിൽ പിന്നെ എയർപോർട്ടിന്റെ എയർവേ യിലുള്ള പ്രശ്നം ഇതെല്ലാം ഇവരെടുത്ത് ഉദ്ധരിച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡാമിനെ ഉദ്ദേശിക്കുന്നത് ഒരു മതിലായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു മതിൽ ഇത്രയും വലിയ ക്യൂബിക് ടൺ കണക്കിന് വെള്ളം കെട്ടിക്കിടക്കുന്നതിനകത്ത് ഒരു മതിൽ കെട്ടി വെച്ചിരിക്കുന്നു. ഈ മതിലിനകത്ത് വെള്ളം വന്ന് നിൽക്കുന്നു. അപ്പം വെള്ളം ഒരു പരിധിക്കപ്പുറം നിറഞ്ഞാൽ ഇത് പൊട്ടി വീഴുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ സ്ട്രക്ചറലി നിർമ്മിച്ചിരിക്കുന്നു? അതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാമിനകത്ത് ഒരു തള്ളിച്ചയല്ല, അത് വെയിറ്റ് എത്ര കൊടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അത് നിലനിൽക്കുന്നത്. ഇതൊന്നും ആളുകൾക്ക് അറിയത്തില്ല. അപ്പം സ്ട്രക്ചറൽ ആയിട്ടുള്ള അതിന്റെ ഘടന, അത് എങ്ങനെ വന്നിരിക്കുന്നു, വെള്ളം എങ്ങനെ കെട്ടിക്കിടക്കുന്നു, ഏത് സമയത്ത് അത് ഷട്ടറുകൾ ഓപ്പൺ ആക്കും, അതിന്റെ പ്രോസസ്സുകൾ എന്താണ്, ഈ കാര്യങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ല. ആളുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മതിൽ കെട്ടി വെച്ചിട്ട് അവിടെ നിന്ന് വലിയ തരത്തിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു എന്നുള്ള മട്ടില്ല. അങ്ങനല്ല. ആ ഡാമിന്റെ സ്ട്രക്ചർ അത്രയും സേഫ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ കമ്മിറ്റി പരിശോധനയ്ക്ക് ശേഷം ആ ഡാമിനകത്ത് വലിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്, മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ അഡീഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൂടുതൽ ബലവത്താക്കിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം വയനാട്ടിൽ ഇത്ര വലിയൊരു ദുരന്തം നടന്നല്ലോ. കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ദുരന്തം നടന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മിനിസ്ട്രി ലെവലിലുള്ള ഇടപെടലുകളാണെങ്കിലും ആളുകളാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനൊരു ദുരന്തത്തിൽ നിൽക്കുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞു, ഇനി നിങ്ങൾ മുല്ലപ്പെരിയാറിന് വേണ്ടി തയ്യാറായിക്കൊള്ളുക, ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി ടെംപ്ലേറ്റുകൾ ഇതൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് സെലിബ്രിറ്റീസ് മുതൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വരെയാണ്. അപ്പം ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എത്രമാത്രം ശരിയാണ്? അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് ഉദ്ദേശമാണ് ഇവർക്കുള്ളത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയകൾ വലിയ തോതിൽ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളും പ്രശ്നങ്ങളും 1980കളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 1980കളിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അന്ന് മുതൽ ഇവർ സ്റ്റാർട്ട് ചെയ്തതന്നെ. ഇതിപ്പോൾ ഒരു 2000-ന് ശേഷം വന്നിട്ടുള്ള ഒരു ജനറേഷനാണ് ഇത് ഏറ്റവും കൂടുതലും ഈ വാർത്തയെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി മുല്ലപ്പെരിയാറെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനേകം പ്രൊഫൈലുകൾ മുല്ലപ്പെരിയാറിന്റെ പേരിൽ തന്നെ, അതിൽ 10 ഫോളോവേഴ്സ് മുതൽ 10,000 ഫോളോവേഴ്സ്, 100 ഫോളോവേഴ്സ് വരെ, 100K ഫോളോവേഴ്സ് വരെയുള്ള അക്കൗണ്ടുകളുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ ഇതിനെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കോസ് അത് നമുക്ക് എങ്ങനെ പരിഹരിക്കണം എന്നതിലേക്കല്ല, ഇതുവഴി പരമാവധി റീച്ച് കൂട്ടുക. കാരണം അതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മുല്ലപ്പെരിയാർ കേസിലെ ഫാക്റ്റുകൾ പറയുന്നതിന് പകരം അവർ ഈ ചെറുതോണി ഡാമിനെയൊക്കെ വെച്ച് ഫേക്ക് ചിത്രങ്ങൾ വെക്കുക, അതിനിടയിൽ കവിതകൾ എഴുതിയിട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുക, സങ്കടപ്പെടുത്തുന്നത്. അപ്പോൾ ആളുകളുടെ ഒരു ഇമോഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടെ. അപ്പം ഇമോഷണൽ ആവുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് അതിനകത്ത് വീഴും. അപ്പം ഈ മീഡിയ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിലും ഈ പറഞ്ഞിട്ടുള്ള ഇമോഷണൽ ഒരു സൈക്കോളജിക്കൽ അപ്പീലുകൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവർ അതിനകത്ത് വീഴുകയും അവരത് കുറച്ചുകൂടെ റെസ്പോൺസിബിളി ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, അവരും ഇതിന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന മിസ്ഇൻഫർമേഷൻസ് മാറ്റാനും അത് തെറ്റാണെന്ന് പറയാനും ഉള്ള ഫാക്ട് ചെക്കിംഗ് സംവിധാനം കേരളത്തിൽ വളരെ കുറവാണ്. അങ്ങനെ നിലനിൽക്കുന്നത് ഇപ്പം വ്യൂവേഴ്ഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയകൾ ആളുകളെ പേ ചെയ്യുന്നതും അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും. ഇപ്പം യൂട്യൂബിൽ 1 മില്യൺ വ്യൂസ് ലഭിച്ചേക്കുമെന്ന് സാധ്യതയുള്ള, അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ള സംഗതി പ്രചരിപ്പിക്കാനാണ് നോക്കുന്നത്. കാരണം അതിനാണ് കൂടുതൽ ഓഡിയൻസും. മുല്ലപ്പെരിയാർ പൊട്ടില്ല, അത് സ്ട്രക്ചറലി സേഫാണ്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ സത്യവാങ്മൂലം കൊടുത്തു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനും വലിയ റീച്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ റീച്ച് ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം കൂടുതലായിട്ട് പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വ്ളോഗേഴ്സും ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട് ഭീതിയോ തെറ്റായ ഇൻഫർമേഷനോ പരത്തുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കും എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ റോഷി അഗസ്റ്റിൻ ഇന്നലെ കൂടി ആ റിവ്യൂ മീറ്റിംഗിൽ ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നാണ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ അത് എന്ത് ചേഞ്ച് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ഇങ്ങനെ ഈ ഒരു പ്രവണതയ്ക്കെതിരെ? അല്ല, ഇപ്പൊ പോലീസ് കേസ് ഉണ്ടാകുന്ന നിലവിലൊരു സാധ്യത വരികയാണെങ്കിൽ ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള വൈഡായിട്ട് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വിട്ടു നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സംസ്ഥാന സർക്കാർ മുല്ലപ്പെരിയാർ
പൊട്ടില്ല അല്ലെ മുല്ലപ്പെരിയാർ പുതിയത് വേണ്ട എന്നുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ കേരള സർക്കാർ ഇതിൽ വളരെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാട് എടുത്തവരാ. അതായത് പുതിയ ഡാം നമുക്ക് വേണം എന്നുള്ള ശുപാർശ വെച്ചവരാണ്, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തവരാണ്. നമ്മൾ പലതവണ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുതിയ ഡാം നിർമ്മിക്കണമെന്ന്. അതായത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ള ഇതുകൊണ്ടല്ല, മുല്ലപ്പെരിയാർ പഴക്കം ചെന്ന ഡാമാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് പുതിയ ഡാം നിർമ്മിക്കാൻ പലതവണ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കേരള സർക്കാർ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് നിലപാടുള്ളത്. പക്ഷെ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുമോ എന്നുള്ള ചോദ്യത്തിന് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഭീതി ഉണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഇത്രയും വർഷം 100 വർഷത്തിൽ പുറത്തായി, അതുകൊണ്ട് പുതിയ ഡാം വേണമെന്ന് ജനങ്ങളുടെ അഭിലാഷം ഉള്ളതുകൊണ്ട് ജനങ്ങൾ എലക്ട് ചെയ്ത് വിടുന്നതാണല്ലോ MLA-മാരെയും MP-മാരെയും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് ആയി വരുന്നവരൊക്കെ. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് പുതിയ ഡാം വേണം. നമ്മൾ 1980-കൾക്ക് ശേഷം വന്ന എല്ലാ നിയമവ്യവഹാരത്തിലും പുതിയ ഡാമിനുള്ള ശുപാർശ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇനി മുല്ലപ്പെരിയാറിലേക്ക് പുതിയൊരു ഡാം പണിയുക എന്ന് പറയുന്ന കാര്യം എത്രത്തോളം സാധ്യമാണ്? അത് ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പം മുല്ലപ്പെരിയാർ പൊളിച്ചു കളഞ്ഞുകൊണ്ടല്ല, പുതിയൊരു ഡാം നിർമ്മിച്ചിട്ട് സാവധാനം അതിലെ വെള്ളം ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം മാത്രമാണ്, ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ആധികാരികമായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പം പുതിയ ഡാം നിർമ്മിക്കാനായിട്ട് കേരള സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം കാരണം നമ്മുടെ ഒരു ഫെഡറൽ രാജ്യമാണ്. ഫെഡറൽ രാജ്യത്ത് 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിന് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിനൊക്കെ വലിയ ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. കേരളത്തിന് ഒറ്റയ്ക്ക് എടുക്കാം. കാരണം മുല്ലപ്പെരിയാർ ഡാം ഇപ്പോഴും എഗ്രിമെന്റ് പ്രകാരം തമിഴ്നാടിന്റെ കൺട്രോളിലുള്ള ഡാമാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി ഇടിച്ച് കളയുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പോയി ബുൾഡോസർ കൊണ്ടുവന്ന് തകർക്കുക അതല്ല. നമുക്ക് അതിൻ്റെതായിട്ടുള്ള പഠനങ്ങൾ, അത് പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങൾ. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൽ പ്രശ്നമാണ്. അവർക്ക് വെള്ളം കിട്ടുക, അവരുടെ കൃഷി, അവർക്ക് ജീവനോപാധിയുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. അപ്പം നമുക്ക് തമിഴ്നാടുകാരെ വില്ലനൈസ് ചെയ്തുകൊണ്ടല്ലേ അവരെ വില്ലന്മാരാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിലൊരു കാര്യം പറ്റില്ല. നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ചാണ് വേണ്ടത്. തമിഴ്നാടിനും പ്രശ്നം വരാൻ പാടില്ല, കേരളത്തിനും പ്രശ്നം. കേരളത്തിന് എന്താ? സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. തമിഴ്നാടിന് എന്താ പ്രശ്നം? തമിഴ്നാടിന് വെള്ളം കിട്ടുക, ജീവനോപാധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ 2 പ്രശ്നങ്ങളെയും കണ്ടുകൊണ്ട് ഒരു ഉടമ്പടി, ഒരു ബാലൻസിലൂടെ അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. കേരളത്തിൽ ഇരുന്നിട്ട് തമിഴ്നാട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ തമിഴിനെ മദ്രാസിൽ നിന്ന് വിളിച്ച് കളിയാക്കിയിട്ടോ കാര്യമില്ല. അത് 2 സംസ്ഥാനം നമ്മളത് കണ്ടതാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളിൽ തമിഴ്നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലുള്ള ബസ്സുകൾക്ക് കല്ലേറുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട. നമുക്ക് വേണ്ടത് 2 പേർക്കും എഗ്രീഡ് ആയിട്ടുള്ള ഒരു ഇത്. അതിന് 2 പേരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തിട്ട് കാര്യമില്ല. സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമില്ലാതെ പുതിയൊരു ഡാം സാധ്യമല്ല. കേരളവും തമിഴ്നാടും എഗ്രി ചെയ്യാതെ പുതിയ ഡാം സാധ്യമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി തെറി വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പുതിയ ഡാമിനുള്ള നിർദ്ദേശം വെച്ചിട്ടുള്ള ആളാണ്. പുതിയ ഡാം നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതേസമയം കേരളത്തിലുള്ളവരോട് സമാധാനത്തോടെ ജീവിച്ചോളൂ, ഡാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിലെ മന്ത്രി തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞിട്ടുള്ളത് ഡാം സ്ട്രക്ചറലി സേഫ് ആണെന്ന്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞു സ്ട്രക്ചറലി സേഫ് ആണ്, ഹൈഡ്രോളജിക്കലി സേഫ് ആണ്, ഭൂകമ്പവും പ്രളയവും പിടിച്ചു നിൽക്കുമെന്നൊക്കെ ഉള്ളത്. അപ്പം നിലവിൽ അങ്ങനെ ആശങ്കപ്പെടാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറയുന്ന അത്ര വലിയ ആശങ്കയൊന്നും നിലനിൽക്കുന്നില്ല. പ്രളയം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഷട്ടറുകൾ തുറക്കാനും വെള്ളം നമുക്ക് മാറ്റാനുമുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. നമ്മൾ അത് സ്ട്രക്ചറലി സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള ഡാമാണ്. അതുകൊണ്ട് അത് പൊട്ടിപ്പോകുക എന്നുള്ള മുട്ടത്തോട് പോലെ, ആദ്യം ചോദിച്ചാൽ മുട്ടത്തോട് പോലെ പൊട്ടിപ്പോകുക എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അതോറിറ്റിയുടെ സബ് കമ്മിറ്റി ഡാമുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരതിൽ ഇൻവോൾവ് ആണ്. സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ അംഗങ്ങൾ അതിലുണ്ട്, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ അംഗങ്ങൾ അതിലുണ്ട്, സുപ്രീം കോടതി ഇത് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ഇപ്പം പുറമെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സോഷ്യൽ മീഡിയ ട്രെൻഡ് കൊണ്ട് തൽക്കാലം ഇക്കാര്യത്തിലൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു അന്തർ സംസ്ഥാന പ്രശ്നമാണ്, രാജ്യത്തെ പൊതുവായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. സോ ആ സാഹചര്യത്തിൽ നമുക്കൊരു എല്ലാവർക്കും സാധിക്കുന്ന, അല്ലെ എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു നിലപാടിലൂടെ പുതിയൊരു ഡാമിനുള്ള
ഇത് അതേസമയം തന്നെ തമിഴ്നാടിന് വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലൂടെയുള്ള പരിഹാരം മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ കിടന്നിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് അത് അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയാനുള്ളത്.